നാളെ LDF യോഗവും ചേരുന്നുണ്ട്. മുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ എന്താണ് അവരുടെ പ്രതികരണത്തിലേക്ക്? ഞങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല. എന്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഇത്തരമൊരു പ്രതികരണമുണ്ടായി? അത് ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഇതെല്ലാം പരിശോധിച്ച് നല്ല തിരുത്തലിന് വിധേയമാവുക. ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച കാണിക്കുന്നുണ്ടെങ്കിൽ, തെറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തുക എന്ന സമീപനമാണ്. അത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ പ്രശ്നത്തിൽ എടുക്കുന്നത്. ശ്രീത് വിവരങ്ങൾ ചെയ്യുന്നു. ശ്രീത്, സാധാരണഗതിയിൽ പോയ വർഷത്തെ കണക്കുകൾ അല്ലെങ്കിൽ ശതമാന കണക്കുകൾ, പാർട്ടിക്ക് കിട്ടിയ വോട്ടുകൾ ഒക്കെ വെച്ചുകൊണ്ട് ഉണ്ടായത് പരാജയമല്ല എന്ന് സ്ഥാപിക്കാൻ നേതാക്കളുടെ ഒരു ശ്രമം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇക്കുറി അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇക്കുറി എല്ലാ നേതാക്കളും സംഭവിച്ചത് തോൽവിയാണെന്നും അതിൽ പിഴവുണ്ടായിട്ടുണ്ടെന്നും പിഴവ് പരിശോധിക്കുമെന്ന് പറയുന്നുണ്ട്. ആ പിഴവ് പരിശോധന എങ്ങനെ എന്നുള്ളതാണ് ഇനി പ്രധാനം. ശ്രീജിത്ത്. ഹാഷ്മി, ജനകീയ അടിത്തറ തകർന്നിട്ടില്ല, പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ പോയിട്ടില്ല എന്നൊക്കെയുള്ള വിശകലനങ്ങൾ ഇനി ഈ നേതൃയോഗങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്നേ ഉള്ളൂ. എങ്കിൽ പോലും പ്രതീക്ഷിച്ചതിനേക്കാൾ ഞെട്ടിക്കുന്നൊരു തോൽവി ഉണ്ടായതിൻ്റെ ഭാഗമായുള്ള പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം ക്ഷേമ പദ്ധതികളും സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും വോട്ടായി മാറുമെന്ന അമിത ആത്മവിശ്വാസം LDF-നുണ്ടായിരുന്നു, CPM-നും CPI-ക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരം വികസന പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഉള്ള ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള കേട്ടുകേൾവിയില്ലാത്ത കൊള്ളയിലോടുള്ള പ്രതികരണവും ജനങ്ങളിൽ നിന്നുണ്ടായി. ആ രൂക്ഷമായ പ്രതികരണത്തിൻ്റെ ഞെട്ടലിലാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൻ്റെ വിശകലനമാണ് ഈ യോഗത്തിൽ നടക്കുന്നത്. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളോടുള്ള മുന്നണിയുടെ സമീപനത്തിൽ കാര്യമായ പിശകുകൾ സംഭവിച്ചു. ന്യൂനപക്ഷ ധ്രുവീകരണം ശക്തമായി ഉണ്ടാകാൻ കാരണം അത്തരത്തിലുള്ള നിലപാടുകളാണ് എന്ന കാര്യം ഇപ്പോൾ തന്നെ വിമർശന വിധേയമായി വന്നിട്ടുണ്ട്. ഇന്നലെ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റിൽ ഇടതുപക്ഷ ഹിന്ദുത്വ എന്ന തരത്തിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു, അത് ചിലരെങ്കിലും കണക്കിലെടുത്തു എന്ന് സൂചിപ്പിക്കുന്ന ചില പ്രതികരണങ്ങൾ ഡോക്ടർ TM തോമസ് ഐസക്കിൽ നിന്നുണ്ടായി. അപ്പോൾ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും CPM-ൻ്റെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും സമാനമായ വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യത ഉണ്ട്. ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം എന്താണെന്നൊക്കെ അതിൽ പുനഃപരിശോധന ആവശ്യപ്പെടുന്ന ഒരു വിമർശനങ്ങൾ ഈ യോഗത്തിൽ വന്നേക്കാം. ഒപ്പം തന്നെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള കാര്യങ്ങൾ എടുത്ത നടപടി പര്യാപ്തമാണോ എന്ന ചോദ്യവും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നേക്കാം. CPI-യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് രാവിലെ ആരംഭിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം എക്സിക്യൂട്ടീവുമുണ്ട്. ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനത്തിന് സാധ്യതയുണ്ട്. സർക്കാരിൻ്റെ പല നടപടികൾ ഇന്ന് CPI-യുടെ മുഖപത്രമായ ജനയുഗം എഴുതിയ മുഖപ്രസംഗത്തിൽ ഈ സാമൂഹ്യക്ഷേമ പെൻഷനും മറ്റും ജനങ്ങളുടെ അവകാശവും ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതിനെ ഔദാര്യഭാവത്തോടെ കാണുന്ന സമീപനം ജനങ്ങൾ അംഗീകരിച്ചില്ല എന്ന സന്ദേശം ഈ വോട്ടെടുപ്പിൻ്റെ ഫലത്തിലുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുത്താൽ എല്ലാമായി എന്നുള്ള ചിന്താഗതി തെറ്റാണെന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കും CPI നേതൃയോഗങ്ങളിലും സാധ്യതയുണ്ട്. ഈ പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന ആ പാരഡി ഗാനം എത്രത്തോളം പോപ്പുലർ ആവാൻ കാരണം ആ ഗാനം ഒരു ഭക്തിഗാനമാണ്. അത് വളരെ പോപ്പുലർ ഭക്തിഗാനമാണ്. ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ വീടിനോട് ചേർന്നുള്ള ക്ഷേത്രത്തിൽ നിന്ന് ഈ പാട്ട് കേട്ട് മാത്രം നമ്മുടെ വലിയ വ്യക്തിപരമായ നൊസ്റ്റാൾജിയുടെ ഭാഗം കൂടിയാണ്. മാത്രമല്ല ആ പാട്ടിനെ ഈ രീതിയിൽ കേൾക്കുന്നത് വിഷമമുണ്ട്, കുറച്ച് വിയോജിപ്പുണ്ട്, പോട്ടെ, നമ്മുടെ വ്യക്തിപരമായ കാര്യം. ആ പാട്ട് അത്രത്തോളം പോപ്പുലർ ആവാൻ കാരണം ആ വിഷയം ജനങ്ങൾക്ക് ആ വരികളുടെ ഭംഗിയോ അല്ലെങ്കിൽ അതിൻ്റെ സംഗീതത്തിൻ്റെ ഭംഗിയോ മാത്രമൊന്നുമല്ല, അത് ജനങ്ങൾക്കിടയിൽ എത്രത്തോളം ആ വിഷയം ആഴത്തിൽ വേരോടിയിട്ടുണ്ട് എന്നതിൻ്റെ ദൃഷ്ടാന്തം കൂടിയാണല്ലോ. ഇപ്പോഴും പത്മകുമാറിനെതിരെ, വാസുവിനെതിരെ പാർട്ടി നടപടി ഉണ്ടായിട്ടില്ല. നടപടി ഉണ്ടാവണമെന്ന് CPI നേതാക്കളൊക്കെ പതിയാണെങ്കിലും പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരുമോ ശ്രീത്? ഹാഷ്മി, വിശ്വാസപരമായ പ്രശ്നങ്ങളിൽ ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന കാര്യം പന്തളംകാരനായ ഹാഷ്മിയോട് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. കാരണം അത്രയ്ക്ക് വലിയ ഒരു തെറ്റാണ് ഈ ശബരിമലയുടെ കാര്യത്തിൽ സംഭവിച്ചത്. കേട്ടുകേൾവിയില്ലാത്ത എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളിയും അല്ലെങ്കിൽ അവിടുത്തെ അമൂല്യങ്ങളായ സ്വത്തുകളും ആരെങ്കിലും കവർന്നു കൊണ്ടുപോകും, അതിന് ബന്ധപ്പെട്ട ഭരണസമിതി കൂട്ടുനിൽക്കുമെന്ന് ഒരു തരത്തിലും ആരും കരുതിയില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജനങ്ങളെ ഞെട്ടിക്കുന്ന ഒരു സംഭവത്തിലുണ്ടായ ആ ഗാനമാണ്, ആ ഗാനത്തിന് അതുകൊണ്ട് ജനപ്രീതി നേടാനുള്ള പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയാണ്. ഇവിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ CPI-ന്റെ മുൻ ജില്ലാ സെക്രട്ടറി രംഗം പത്മകുമാറിനെതിരെ നടപടിയെടുക്കുന്നതിന് കാരണമായി CPI-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരുന്നത് ധിക്കാരപരമായ ഒരു സമീപനമാണ്. കുറ്റപത്രം വരട്ടെ, അപ്പോൾ ഞങ്ങൾ ആലോചിക്കാവുന്നതാണ്. എന്നാൽ മറ്റു കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണമെന്ന് പേർത്തും ആവശ്യപ്പെടുന്ന അതേ ഗോവിന്ദൻ മാസ്റ്റർ തന്നെയാണ് പത്മകുമാറിനെതിരെ കുറ്റപത്രം വരട്ടെ എന്ന ഒരു സമീപനം എടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പാർട്ടി നേതൃത്വത്തിൻ്റെ സമീപനം ആകെ തന്നെ പിഴച്ചു എന്ന വിമർശനം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയരാൻ സാധ്യതയുണ്ട്. ഈ ശബരിമല
സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ അപരാധവും പറയാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഒപ്പം വെള്ളാപ്പള്ളി നടേശനുമായി കൂട്ടുചേർന്ന് അയ്യപ്പ സംഗമത്തിന് വന്നിറങ്ങിയ ദൃശ്യങ്ങൾ അത് എക്കാലത്തേക്കും CPM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതിൻ്റെ മതേതരത്വ സ്വഭാവത്തിനെയും വേട്ടയാടുന്ന ഒരു ദൃശ്യമായി ചരിത്രം ഓർക്കുക തന്നെ ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.